ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് വേറൊരാൾക്ക് സർപ്രൈസ് കൊടുത്ത കഥ പറയാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം സർപ്രൈസ് കൊടുത്തത് നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ബാക്കിൽ സ്ഥിരം എക്സ്പ്രസ് വേയിലുള്ള റൈറ്റ് സൈഡിലെ ഒരു ചായക്കട. അതിൻ്റെ പേര് ഞാൻ പറയാം. പേര് ഞാൻ ഇവിടെ കാണിക്കാം, അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിക്കാം. പേര് ഞാൻ മറന്നുപോയി. കടയുടെ പേരാണ്ടിപ്പോൾ വരും, നോക്കിയോ. കണ്ടോ ഈ കടയിൽ സ്ഥിരം മിക്ക സമയത്തും ഞാൻ ചായ കുടിക്കും. മിക്ക ദിവസവും ഞാൻ രാത്രി ചായ കുടിക്കാൻ പോകാറുണ്ട്. ദോശ കഴിച്ചിട്ട് നേരെ ഇവിടെ വന്ന് ചായ കുടിക്കാറാണ് പതിവ്. അപ്പം ആ കടയിലെ ഭാഗ്യമുണ്ട്. പുള്ളി ഞാൻ എപ്പോൾ വന്നാലും പുള്ളി ഇങ്ങനെ ചിരിച്ച് കാണിക്കും. നല്ല ചിരിയാണ് പുള്ളിയുടെ. കൊച്ചു പിള്ളേർ ചിരിക്കുന്ന പോലത്തെ ചിരിയാണ്. പുള്ളി ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അന്ന് നേരത്തെ തൊട്ടേ ഞാൻ കണ്ടു പരിചയമുള്ള പുള്ളിക്കനെ. ഞാൻ അവിടെ വന്നിരുന്ന് വേറെ ആൾക്കാരുടെയൊക്കെ പടം വരയ്ക്കാൻ നേരത്ത് പുള്ളി ഇങ്ങനെ ഒരു വട്ടം 1-2 വട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വരയ്ക്കുന്നതായിട്ട്. അപ്പോൾ ഞാനന്ന് വിചാരിച്ച് പുള്ളിയുടെ പടം വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അന്നൊരു ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്ത്, അപ്പോൾ അതിനകത്തൊന്ന് ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് എടുത്ത് വരയ്ക്കാമല്ലോ അതിനു വേണ്ടി. അപ്പം അങ്ങനെ ഇരിക്കുമ്പം വേറൊരു ദിവസം കുറേ പേരുടെ പടമൊക്കെ വരച്ചിട്ട് വേറൊരു ദിവസം ഞാൻ ചായ കുടിക്കാനായിട്ട് ഒരു ദിവസം അവിടെ പോയപ്പം, തിരക്കില്ലാത്തൊരു ദിവസം അവിടെ പോയപ്പം പുള്ളി എന്നെ കണ്ട് കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി. കുറേ കഴിഞ്ഞപ്പം പുള്ളി നടന്ന് ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. നിങ്ങളെ ഫോണൊക്കെ ആയിട്ട് വരുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റെല്ലാം സെൽഫി എടുക്കാൻ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വരുന്നു. ഞാൻ വിചാരിച്ച് എന്താ പറ്റി പുള്ളിക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ, പുള്ളിയുടെ ഗ്യാലറിക്കകത്തൊരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പം വൃത്തി ആക്കി അതിൻ്റെ അഴുക്കാം. പുള്ളിയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് പുള്ളി പറഞ്ഞ് ഒന്ന് വരച്ചിരുവോ പ്ലീസ്. ഇങ്ങനെ ഹിന്ദിക്കാരനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വരച്ചിരുവോ, കുറച്ചൊക്കെ മലയാളമൊക്കെ അറിയാം, ഒരുവിധം മലയാളം അറിയാം. വരച്ചിരുവോ പ്ലീസ് എന്ന് പറഞ്ഞ് പുള്ളി ഈ കാര്യം പറയുന്നതിന് തൊട്ടൊരു 10 മിനിറ്റ് മുമ്പ് ഞാൻ പുള്ളിയുടെ ഒരു മിനിറ്റുള്ള വീഡിയോ, പുള്ളി അവിടെ നിൽക്കുന്ന 1 മിനിറ്റുള്ള വീഡിയോ ഞാൻ എടുത്തായിരുന്നു, വരയ്ക്കാനായിട്ട് തന്നെ എടുത്തായിരുന്നു. അപ്പം പുള്ളി ഒന്ന് വരച്ചിരുവോ എന്നിങ്ങനെ ചോദിച്ചു. അവർ വരയ്ക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ ഫോട്ടോ വേണമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാനത് ഗാലറി ഓപ്പൺ ആക്കിയിട്ട് പുള്ളിയുടെ വീഡിയോ എടുത്തത്, വരയ്ക്കാനായിട്ട് വീഡിയോ എടുത്തത് ഞാനിങ്ങനെ പുള്ളിയെ കാണിച്ചു. പുള്ളി ഭയങ്കര സന്തോഷം. പുള്ളി ഭയങ്കര സന്തോഷം. ഈ ഭായും തമ്മിൽ തെറ്റിപ്പോവും. അപ്പോൾ ഭയങ്കര സന്തോഷം പുള്ളി. അപ്പം നല്ലോണം ചിരിയാ പുള്ളി. ഭയങ്കര സന്തോഷമായി. എന്തോ പറയണമെന്നറിയാതെ പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പം ചിരിച്ച് പുള്ളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നെ ഞാൻ 1-1.5 ആഴ്ച പോയില്ല അങ്ങോട്ട്. പിന്നെ വരച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വരച്ചു, പുള്ളിയുടെ ഫോട്ടോ വരച്ചു. ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഫോട്ടോ എൻ്റെ ആ പുള്ളിയുടെ പടം വരച്ചിട്ട് രാത്രി ഓഫീസൊക്കെ കഴിഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം നല്ല ആൾക്കാരൊക്കെ കാണുമായിരിക്കും. ആരും അങ്ങനെ ഞാൻ കണ്ടില്ല. ഞാൻ ചെന്നു, പുള്ളിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് വീഡിയോ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് കടയുടെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിന്നിട്ട് വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ തിരിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് നടന്നു. എന്നെ കണ്ടുകൊണ്ട് എൻ്റെ അടുത്തോട്ട് നടന്നു വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നീട്ടിയിട്ട് പുള്ളിക്കൊന്നും മനസ്സിലായില്ല. പുള്ളി ചിരിച്ചുകൊണ്ട് അങ്ങ് കയറിപ്പോയി. വീണ്ടും ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കാം പറഞ്ഞു, ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതിനകത്തൊന്ന് ഫോട്ടോ എടുത്ത് പുള്ളി കണ്ട് പുള്ളിയുടെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല. ഞാനും അവിടെ നിന്ന് ചിരി പൊട്ടിച്ചിരിക്കുക. അങ്ങനെയല്ല, സന്തോഷം കൊണ്ട് ചിരിക്കത്തില്ല, ആ ചിരി രക്ഷയില്ല. പുള്ളിയുടെ ചങ്കൊക്കെ അവിടെ നിന്ന്, ഹിന്ദിക്കാരൻ ബായി ചങ്കൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി ഫോട്ടോ മേടിച്ചിട്ട് ഇത് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട്, നിനക്ക് തരത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പുള്ളി ദേഷ്യപ്പെട്ടിട്ട് തടാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നൊരു സീനുണ്ട്. ഞാൻ കാണിക്കാം. അങ്ങനെ ഒരു സീൻ. പുള്ളി ഭയങ്കര സന്തോഷം. പുള്ളി അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിച്ച്, പുള്ളിയുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് പുള്ളി കാണിക്കും. ചിരി
ആ ഇങ്ങനെ കാണിക്കുന്ന സാധനമൊക്കെ അടിപൊളിയാണ്. എനിക്ക് സന്തോഷമായി, പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി പിന്നെ അത് പിന്നെ കൊണ്ടുവച്ചു. കുറേ നേരം കഴിഞ്ഞ് പിന്നെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാനവിടെ ചായ കുടിച്ച് പുള്ളിക്ക് ഷെയ്ക്കാനും കൊടുത്തിട്ട്, പുള്ളി ഒരു വെറൈറ്റി പേര്, എനിക്ക് വായി കിട്ടത്തില്ല പേര്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. അവസാനം ചായ കുടിച്ചു, തിരിച്ചു പോരുന്നു. അപ്പം അടുത്ത ആളെ നമുക്ക് ഹാപ്പിയാക്കാം, അടുത്ത ആളെ വരയ്ക്കാം. ഓക്കെ, സെറ്റ്. ഇനി ഏതെങ്കിലും കടയിൽ ചെന്ന് ഹാപ്പിയാക്കണോ? കമൻറ്റിലിടും. ചുമ്മാ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും എന്നുള്ളവരെ വരയ്ക്കും, കൊടുക്കും, ഹാപ്പിയാക്കും. ചിലപ്പം അവർക്ക് സന്തോഷം കാണത്തില്ല. നമ്മൾ ആഗ്രഹിക്കരുതല്ലോ ഇവർ ഹാപ്പിയാവും എന്ന് ആഗ്രഹിക്കരുതല്ലോ. ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങളും അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ചിലപ്പം ഓക്കെ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞിട്ട് പോകും, ചിരിയൊന്നും ഇല്ലാതെ പോകും. അപ്പം നമുക്ക് വിഷമമാവും. എങ്കിലും നമ്മൾ സന്തോഷം ആഗ്രഹിക്കരുത്. സന്തോഷം ആഗ്രഹിക്കുക മീൻസ് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കും, അടിപൊളിയായിട്ട് എന്താ കൊള്ളാം, സൂപ്പറാ, അങ്ങനെ എന്നൊക്കെ പറയും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഒരുപാട് ഹാപ്പിയാവും, ചിരിക്കും, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ്, നമ്മൾ പ്രതീക്ഷിക്കാനേ പറ്റില്ല. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്കവിടെ ഇതുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ കൊടുക്കുന്നു, അവർക്ക് ഹാപ്പിയാണെങ്കിൽ അവർ ഹാപ്പിയാവുന്നു, നമ്മൾ കാരണം ഒരാൾ ഹാപ്പിയാവുന്നു, ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്. ആ സംഭവം അപ്പം അടുത്ത ആളെ ഹാപ്പിയാക്കുമ്പം അടുത്ത കഥയായിട്ട് വരാം. അപ്പം ഓക്കെ ബൈ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവസാനം കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പം ഓക്കെ ബൈ. കണ്ണാടി ഇപ്പോൾ പോയാൽ